ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി നിലനിർത്തണമെന്ന യോഗക്ഷേമ സഭ. ക്ഷേത്രത്തിൽ മുടങ്ങിയ പൂജകൾ ആവർത്തിക്കുകയും പ്രായശ്ചിത്തങ്ങൾ ചെയ്യുകയും വേണം. ശ്രീ ശങ്കരാചാര്യരെ തള്ളിപ്പറഞ്ഞ ഗുരുവായൂർ ക്ഷേത്രതന്ത്രി ഹൈന്ദവ സമൂഹത്തിന് തന്നെ അപമാനമാണെന്നും യോഗക്ഷേമ സഭ വിമർശനം ഉന്നയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ മാറ്റിയ സംഭവത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടണമെന്ന പൊതു ആവശ്യത്തിനു കീഴെ 3 സുപ്രധാന കാര്യങ്ങളാണ് യോഗക്ഷേമ സഭ മുന്നോട്ട് വെക്കുന്നത്. 1. ഉദയാസ്തമന പൂജ വേണ്ട എന്ന് നിശ്ചയിച്ചത് അംഗീകരിക്കാവുന്നതല്ല. സാധാരണഗതിയിൽ ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങിയാൽ ചെയ്യുന്ന പ്രായശ്ചിത്തങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടിയന്തിരമായി ചെയ്യണം. ഒപ്പം മുടങ്ങിയ പൂജകൾ ആവർത്തിക്കുകയും വേണം. ഏതെങ്കിലും തരത്തിൽ അശുദ്ധിയുണ്ടായാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യാഹം ഉൾപ്പെടെയുള്ള ശുദ്ധിക്രിയകൾ ചെയ്യാറുണ്ട്. ക്ഷേത്രം തന്ത്രിയുടെ ചില നടപടികൾ ഇതിന് കാരണമായിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. 2. തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട് കോടതിയിൽ സ്വീകരിച്ച നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ഒരു മിത്താണ് എന്ന തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ നിലപാടിൽ യോഗക്ഷേമ സഭ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ശങ്കരഭാഷ്യം ഉൾപ്പെടെയുള്ള കൃതികളുടെ കർത്താവായ ശ്രീ ശങ്കരാചാര്യരെ തള്ളിപ്പറഞ്ഞ തന്ത്രി ഹൈന്ദവ സമൂഹത്തിന് തന്നെ അപമാനമാണെന്ന് യോഗക്ഷേമ സഭ വിമർശിക്കുന്നു. പലതും അനുഷ്ഠാനങ്ങൾ വിട്ടുപോകുകയാണ്. ഇപ്പം തന്നെ വാസ്തവം പറഞ്ഞാൽ അവിടുത്തെ പ്രധാന തന്ത്രി ദിനേശൻ നമ്പൂതിരി അദ്ദേഹം നല്ല അറിവുള്ള ആളാണ്. പക്ഷെ അറിവുള്ളവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം അപകടം വരാൻ പാടില്ല. അപ്പോൾ അവിടെ തന്നെ ഭഗവാന്റെ വിനീത ഭക്തൻ കൂടിയല്ലേ തന്ത്രി എന്ന് പറഞ്ഞാലും ഭഗവാന്റെ ഭക്തനല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ഗുരുവായൂർ നടന്നതൊക്കെ അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഷ്ഠാനങ്ങളൊന്നും മാറാൻ പാടില്ല. അത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങേയറ്റം തെറ്റ് തന്നെയാണ്. കൃത്യമായ ദേവപ്രശ്നം അറിവുള്ളവരെ കൊണ്ട് ദേവപ്രശ്നം വിധിയാമണ്ണം ചെയ്ത് അതിന് പരിഹാരം ചെയ്ത് ഇത്തരം ഇനി ആവർത്തിക്കാതിരിക്കാനും ഇതിന് പ്രായശ്ചിത്തം ചെയ്യാനും കൂടി ഈ അധികാരികളും വിശേഷിച്ച് തന്ത്രിയും ഒക്കെ അതിന് മുമ്പോട്ട് വരണം. ഇല്ലെങ്കിൽ അത് ഗുരുവായൂരപ്പൻ പ്രവർത്തിക്കും എന്നുള്ളതിന് തെളിവാണല്ലോ ഇപ്പോൾ കണ്ടത്. പുലവാലായ്മയുള്ള തന്ത്രി വിളക്ക് കൊളുത്തി അന്നദാന കർമ്മം നിർവഹിച്ചത് ആചാരഭംഗമാണെന്നും ആരോപിക്കുന്നു. 3. ഭക്തജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന തിരക്കിന്റെയും വികസന പ്രവർത്തനങ്ങളുടെയും പേരിൽ ക്ഷേത്രാചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാറ്റം വരുത്തുന്ന നിരന്തരമായ ദേവസ്വം ബോർഡിന്റെ നടപടികളെ ചോദ്യം ചെയ്തതാണ്. ആചാരലംഘനങ്ങൾക്ക് തടയിടുന്നതിന് ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കണമെന്നും യോഗക്ഷേമ സഭ ആവശ്യപ്പെട്ടു. ജനം, കോട്ടയം. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ കൂടി ചേർന്നുണ്ട്. മിഥുൻ, ഒരുപക്ഷെ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ഗുരുവായൂരിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റ് പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള പഴയകാലത്തിലെ പരമ്പരാഗതമായുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്? വലിയ രീതിയിലുള്ള ഭക്തജന രോഷമാണ് ഇത്തരം സംഭവങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഭക്തജന രോഷം ഉയരുന്നു. ഒപ്പം തന്നെ വിവിധ ഭക്തജന കൂട്ടായ്മകളും ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ക്ഷേത്ര ഉത്സവങ്ങൾക്ക് നേരെയും ക്ഷേത്ര ആചാരങ്ങൾക്ക് നേരെയും അവ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമാണ് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും എല്ലാം തന്നെ നിരന്തരം ഉന്നയിക്കുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാകട്ടെ മറ്റ് ദേവസ്വങ്ങളുടേതാകട്ടെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇപ്പോൾ യോഗക്ഷേമ സഭ വ്യക്തമാക്കുന്നത് ക്ഷേത്രാചാരങ്ങൾ ഒരു തരത്തിലും ലംഘിക്കാൻ പാടില്ല, അവ പാലിക്കപ്പെടേണ്ടതുണ്ട്. അവ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ലംഘിക്കപ്പെടാതിരിക്കാൻ ഉറപ്പുവരുത്തേണ്ട അധികൃതർ അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ള ആവശ്യമാണ് യോഗക്ഷേമ സഭ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി നാളിലുള്ള ഉദയാസ്തമന പൂജ മാറ്റിവെക്കുന്ന സംഭവത്തിൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യോഗക്ഷേമ സഭ വ്യക്തമാക്കുന്നു ഇന്ന്. അതിൽ പ്രധാനമായും പറയുന്നത്, ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് അത്തരത്തിൽ പൂജകൾ തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. അവ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് യോഗക്ഷേമ സഭ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ മുടങ്ങിയ പൂജകൾ അവ ആവർത്തിക്കേണ്ടതുണ്ട്, അവ തുടരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ യോഗക്ഷേമ സഭ ഇന്ന് ആരായുകയാണ് ഇന്നത്തെ വാർത്താക്കുറിപ്പിലൂടെ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യോഗക്ഷേമ സഭ ചോദ്യം ചെയ്യുന്നത് തന്ത്രി ദിനേശ് നമ്പൂതിരിപ്പാടിനാണ്. ദിനേശ് നമ്പൂതിരിപ്പാടിനാണ്.
ദേവസ്വം പൂജപ്പാട് ഇത്തരത്തിൽ ഉദയാസ്തമന പൂജ മാറ്റുന്നതിന് വേണ്ടി അവ സാധൂകരിക്കാനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ പിന്താങ്ങിക്കൊണ്ടും നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലെ പരാമർശങ്ങളുണ്ട്. അവ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഹൈന്ദവ സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ യോഗക്ഷേമ നിയമാവർത്തിച്ചിരിക്കുന്നത്. അതായത് ശ്രീശങ്കരാചാര്യ മിത്താണെന്നും ശ്രീശങ്കരാചാര്യരുടെ ഗുരുവായൂർ സന്ദർശനം അവ മിത്ത് ആണ് എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലം അത് ഏതു തരത്തിലുള്ളതാണ്, എങ്ങനെയാണ് ഒരു തന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാനാവുക എന്നാണ് യോഗക്ഷേമ സഭ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ തന്ത്രിയുടെ നിലപാട് ഹൈന്ദവ വിരുദ്ധമാണ്. തന്ത്രിക്ക് ഒരു തരത്തിലും എടുക്കാൻ കഴിയില്ലാത്ത ഒരു ഹൈന്ദവ സ്ഥാപനത്തിന്റെ നേതൃത്വം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ നേതൃത്വം എന്ന നിലയ്ക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനും എടുക്കാനും സാധിക്കാത്ത ഒരു നിലപാട് തന്നെയാണ് തന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് യോഗക്ഷേമ സഭ ഈ സമയത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ വാർത്താസമ്മേളനത്തിലൂടെ. മിഥുൻ, ഒപ്പം എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ക്ഷേത്ര തന്ത്രി പോലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല, ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു തീരുമാനത്തോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഹൈന്ദവരുടെ ആവശ്യങ്ങൾ എന്തുകൊണ്ട് ചെവി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഇത്തരത്തിൽ നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഈ കൃത്യമായി പരമ്പരാഗതമായി ആചരിച്ചു വരുന്ന ആചാരങ്ങളെ പോലും മാറ്റുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ നിന്നും. ഒരുപക്ഷെ ഇത്രത്തോളം ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ അല്ലെങ്കിൽ ഗൂഢമായ ചില അജണ്ടകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്? ക്ഷേത്രാചാരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര ആഘോഷങ്ങളിലും ക്ഷേത്ര ആഘോഷങ്ങളെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പലവിധ തീരുമാനങ്ങളും നടപടികളും എല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ ഭക്തർക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിനും ഹൈന്ദവ ആചാരങ്ങൾക്കും ഒപ്പം നിൽക്കേണ്ട, അവ സംരക്ഷിക്കേണ്ട ബോഡികളാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ക്ഷേത്ര ഭരണാധികാരികളുമെല്ലാം. ഇത്തരത്തിൽ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത്തരത്തിൽ യാതൊരുവിധ ഈ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഉത്സവാഘോഷങ്ങളും നിലനിർത്തുന്ന തരത്തിലേക്ക് ഒരു പ്രതിഷേധ സ്വരം ഉയർത്താനോ അല്ലെങ്കിൽ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാനോ തയ്യാറാകാതെ ഉത്സവാഘോഷങ്ങളെല്ലാം തന്നെ വെട്ടിക്കുറയ്ക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഭക്തജന തിരക്കിന്റെ പേര് പറഞ്ഞ് ഈ ആഘോഷങ്ങളെ ഈ ആഘോഷ വേളകളിൽ പൂജാതി കർമ്മങ്ങൾക്ക്, അതായത് ഒരു ക്ഷേത്രത്തിന്റെ നട്ടെല്ല് എന്താണോ, ജീവനാടി എന്താണോ, ഒരു ആചാരാനുഷ്ഠാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പ് എന്താണോ, ആ കാമ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന അത്യപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടികൾ സ്വീകരിക്കപ്പെടുമ്പോൾ ഏതോ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് വിവിധ സമര വേദികളിലെല്ലാം തന്നെ ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ മറ്റ് ഹൈന്ദവ സംഘടനകളും എല്ലാം തന്നെ നിരന്തരം ഉന്നയിക്കുന്ന ഈ കാര്യങ്ങളെ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഇത്തരത്തിൽ നടക്കുന്നു. മൃഗസ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ആനകളോട് മാത്രമുള്ള മൃഗസ്നേഹമായി മാറുന്നു. അത്തരത്തിൽ ക്ഷേത്രാചാരങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് സംശയാസ്പദമാണ് എന്നുള്ള കാര്യം തന്നെയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ വീണ്ടും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ യോഗക്ഷേമ സഭ ഇപ്പോൾ പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിലൂടെയും അതുപോലെ തന്നെ ജനം ടിവിയിലൂടെ അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കുന്നതും ഇതേ സംശയങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഉദയാസ്തമന പൂജ തന്നെയാണ്. ഉദയാസ്തമന പൂജ ആരംഭിച്ചത് ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ്. ഒപ്പം തന്നെ ശ്രീശങ്കരാചാര്യ ചിന്തപ്പെടുത്തിയിട്ടുള്ള പൂജാതി കർമ്മങ്ങളോടുകൂടിയാണ് ഏകാദശി ക്രമം നടക്കുന്നത്. അതൊരു ആചാരമല്ല, ഒരു വഴിപാട് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഏകാദശി ആചാരാനുഷ്ഠാനങ്ങളുടെ അകക്കാമ്പിനെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നു. പക്ഷേ ആ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ എതിർക്കേണ്ടതും അതുപോലെ തന്നെ ആ ദേവസ്വം ബോർഡ് തീരുമാനം ശരിയല്ലെന്നും ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് എന്ന് നിലപാടെടുക്കേണ്ട തന്ത്രി ഇത്തരത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെയാണ് ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുന്നത്. നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ വലിയ ബഹുജന പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്ന് ഹിന്ദു ഐക്യവേദി ഗുരുവായൂരിലടക്കം നടത്തിയിട്ടുള്ള വിശദീകരണ യോഗത്തിൽ ഇതോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ജനകീയ
പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുന്നു. ഉത്സവാഘോഷങ്ങൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ അവയെ തകർക്കുന്ന തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേരെ വലിയ ബഹുജന പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് അവർ ഉറപ്പു നൽകുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ വിവിധ ഹൈന്ദവ സംഘടനകളും അത്തരത്തിലുള്ള കൂട്ടായ്മകളും എല്ലാം പ്രതിഷേധം ശക്തമാക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളിൽ നിന്ന്, അതായത് ഇത്തരത്തിൽ ക്ഷേത്രാചാരങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ വിവിധ കൂട്ടായ്മകളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഒന്നിച്ചാവശ്യപ്പെടുന്നത്. മിഥുൻ, ഒപ്പം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണം തന്നെയാണ്. പ്രത്യേകിച്ചും ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഒരുപക്ഷെ ശക്തമായൊരു വിമർശനം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി നൽകിയത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്കാണ് അധികാരം തുടങ്ങി നിരവധി കാര്യങ്ങൾ സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് ഗുരുവായൂർ ദേവസ്വത്തിന് സുപ്രീം കോടതി നൽകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരം ഈ തീരുമാനങ്ങളൊക്കെ മാറ്റാനും അല്ലെങ്കിൽ മറ്റു ചില തീരുമാനങ്ങൾ പുതുതായി എടുക്കാനുമൊക്കെ ആരാണ് ഈ തന്ത്രിക്കൊക്കെ അധികാരം നൽകിയതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യവും അതുതന്നെയാണ്. ഇത്തരത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നതിൽ മാറ്റം വരുത്താൻ ആർക്കാണ് അധികാരം നൽകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ ഹൈന്ദവ സംഘടനകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് ചെവി കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ സാങ്കേതികത്വത്തെ പിന്തുണച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സാങ്കേതികത്വത്തിന്റെ പിന്തുണ കൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡുകളും മറ്റധികൃതരും ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു പൂജാതി കർമ്മങ്ങളിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതിൽ തന്ത്രിയുടെ നിലപാട് ഏറ്റവും നിർണായകമാണ്. ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ഉദയാസ്തമന പൂജ ഏകാദശി നാളിൽ നടക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും മുഴുവൻ നീള ദർശനം നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ തിരക്ക് കുറയുമെന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. പ്രഥമ ദൃഷ്ട്യാ അതൊരു ദോഷമില്ലാത്ത ഒരു തീരുമാനമെന്ന് നിരീക്ഷിക്കാമെങ്കിലും ഏകാദശി ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമ്പായിട്ടുള്ള ഇത്തരം ഉദയാസ്തമന പൂജ മാറ്റിവെക്കുമ്പോൾ എങ്ങനെയാണ് അത് ഏകാദശി ദിനത്തിൻ്റെതായിട്ടുള്ള പൂജകളായി മാറുക, അല്ലെങ്കിൽ ഏകാദശി ദിനത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളായിട്ട് മാറുക? വെറും ഭക്തരെ കൂടുതൽ ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുമ്പോൾ ക്ഷേത്രാചാരങ്ങളെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിന് കൃത്യമായി നിലപാടെടുക്കേണ്ടത് തന്ത്രിയാണ്. തന്ത്രിയാണെങ്കിൽ പോലും തന്ത്രി ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കുന്നു. തന്ത്രിയുടെ ആ നീക്കം സംശയാസ്പദമാണ് എന്നാണ് ഈ ദിവസങ്ങളിലടക്കം വിവിധ ഘട്ടങ്ങളിൽ നിന്നും വിവിധ കോണുകളിൽ നിന്നും ഉയർന്ന വിമർശനം. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ തന്ത്രിക്ക് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമെടുക്കാനാകില്ല. ദേവഹിതം ആരായുന്ന ഒരു പതിവുണ്ട്. ഈ ദേവഹിതം ആരായണമെങ്കിൽ അതിനും ചില ചട്ടങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ വെച്ചായിരിക്കണം ദേവഹിതം. ഒറ്റ രാശി പ്രശ്നം വയ്ക്കുമ്പോൾ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കണം അതിന്റെ രാശി പ്രശ്നം നടക്കേണ്ടത്. അതിന് പാരമ്പര്യമായി ചടങ്ങിട്ടുള്ള ഈ ഒറ്റരാശി പ്രശ്നം വെക്കുമ്പോൾ ദേവഹിതം അറിയുമ്പോൾ സന്നിഹിതരാകേണ്ട വ്യക്തികളുണ്ട്. ഇതൊന്നും ചെയ്യാതെ സ്വന്തമായി സ്വയം ഞാൻ രാശി നോക്കിയിരുന്നു എന്നുള്ള മറുപടിയാണ് ഇത്തരത്തിൽ കോടതിയിൽ ദിനേശൻ നമ്പൂതിരിപ്പാട് നൽകിയിരുന്നത്. അതുപോലും ഇത്തരത്തിൽ നടപടിക്രമങ്ങളുടെ ലംഘനമാണ്, പാരമ്പര്യ നടപടിക്രമങ്ങളുടെ ലംഘനമാണ് എന്നാണ് തന്ത്രി കുടുംബാംഗങ്ങളടക്കം കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഏതായാലും സുപ്രീം കോടതിയുടെ ഈ ഒരു നടപടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി എടുത്തിട്ടുള്ള ചില പരാമർശങ്ങളെല്ലാം തന്നെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ സംഘടനകളെ മിഥുൻ, ഞാനിന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി പ്രതിനിധി ബിജേഷ് കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ബിജേഷ്, ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റുന്ന ഒരു രീതി ഒരുപക്ഷെ നേരത്തെയും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുക, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തോന്നിയ നിലയ്ക്ക് ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു രീതി, ഒരുപക്ഷെ തുടർച്ചയായ ഈ ഒരു ആചാര ലംഘനം ഉണ്ടായിട്ട് പോലും അതിൽ കൃത്യമായൊരു നടപടി നേരത്തെയും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യമല്ലേ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ്. ഇത്രത്തോളം തുടർച്ചയായുള്ള നിയമലംഘന ആചാര ലംഘനങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ കൃത്യമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യമല്ലേ? ഇടതുപക്ഷ സർക്കാരിന്റെ അജണ്ടയാണ് ഓരോ ക്ഷേത്രങ്ങളിലും നടപ്പിലാക്കുന്നത്. ഇപ്പോ കുറെ വർഷം 2 വർഷം മുമ്പ് ശബരിമലയിലത്തെ നമുക്കറിയാം. ഇതിന് സമാനമായിട്ട് ക്ഷേത്രത്തിന്റെ ഭരണം കൈയാളുകയും അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ് എന്നുള്ള നിലയിലേക്ക് വരുത്തി തീർക്കുകയാണ് ഈ സമയം കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്.
അതിന് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി തന്നെ അതിന് കൂട്ടുനിൽക്കുക എന്നുള്ള ഒരു വളരെ വിഷമ സ്ഥിതിയാണ് ഇപ്പോ കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തില് നൂറ്റാണ്ടുകളുടെ ഒരു ആചാരമായിട്ട് നടന്നിരുന്ന പൂജ മാറ്റണ സമയത്ത് ഈ ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാല് ഈ ഏകാദശി ദിനത്തില് ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചതാണ്. ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടി ആരംഭിച്ചതാണ്. ഈ പൂജയാണ് ഇവരുടെ ഈ ഗൂഢാലോചന ഫലമായിട്ട് മാറ്റേണ്ടി വന്നത്. അതിന് തന്ത്രി കൂട്ട് നിന്നു മാത്രമല്ല, ഈ ആരാണോ പൂജ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചത് അദ്ദേഹം, ശ്രീ ശങ്കരാചാര്യ, അദ്ദേഹം വരെ മിത്താണ് എന്നുള്ള നിലയ്ക്ക് പറയേണ്ടത്. മുഴുവൻ കേരളത്തിന് അപമാനമാണ് ഈ ശങ്കരാചാര്യ തള്ളി പറയാന്നുള്ളത്. അപ്പോ നാളെ വരാൻ പോണത് ഗുരുവായൂരപ്പനും ഗുരുവായൂരിന്റെ ചരിത്രം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഇത് മാറാനുള്ള ദൂരവ്യാപകമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഉണ്ട് ഇതിന് പേരിൽ. ഈ ആചാരമാറ്റത്തിന് തന്ത്രിക്ക് പ്രശ്നം വയ്ക്കാൻ യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. കാരണം തന്ത്രിയല്ല പ്രശ്നം ചിന്തിപ്പിക്കേണ്ടത്, അത് ക്ഷേത്രത്തിന്റെ ഊരാളനും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ടുള്ള ദേവസ്വം ബോർഡുമാണ്. അതിന് പകരം ഗുരുവായൂർ തന്ത്രി പറഞ്ഞിട്ടാണ് ഈ ആചാരം മാറ്റാൻ ബോർഡ് തയ്യാറായി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അവരുടെ ഗൂഢാലോചന പുറത്തേക്ക് വരുന്ന എല്ലാം തന്ത്രിയുടെ മുകളിലേക്ക് വെക്കാവുന്ന തരത്തില്, തന്ത്രിയെ നാളെ കുറ്റപ്പെടുത്താവുന്ന തരത്തില് ദേവസ്വം ബോർഡ് കൈ കഴുകി നിൽക്കാവുന്ന എല്ലാ സാഹചര്യവും ദേവസ്വം ബോർഡിന്റെ മുമ്പിറക്കിയ പത്രക്കുറിപ്പിലുണ്ട്. തന്ത്രി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് മാറ്റിയത്. തന്ത്രിക്ക് അങ്ങനെ പറയാനുള്ള യാതൊരു റൈറ്റും ഇല്ല. നിലവിലെ ഒരു ആചാരം, ക്ഷേത്രത്തിലെ ആചാരം മാറ്റുമ്പോൾ ദേവപ്രശ്നമാണ് വെക്കേണ്ടത്. തന്ത്രി ഒരിക്കലും ഒരു പൂജ വർദ്ധിപ്പിക്കാനല്ലാതെ കുറയ്ക്കാൻ പറയുന്ന ആവരുത് എന്നാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. യെസ്, വളരെയധികം നന്ദി ബിജേഷ. എന്തു തന്നെയായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാര ലംഘനത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ. വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു. മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്.